ഇപ്പൊ നമ്മൾ കൾച്ചറൽ അഡാപ്റ്റേഷൻ, നമ്മൾ ഈ കൾച്ചറൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായ വേർപാട്. ഈ സാംസ്കാരികമായ വേർപാട് എന്നുള്ള ബ്രദറൻ സഭയുടെ ഉപദേശമാണ്. അതുകൊണ്ടാണ് വേർപാട് സഭ എന്ന് അവർ പറയുന്നത്. സെപ്പറേറ്റിസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, വേർപാടുകാർ. അപ്പൊ ഈ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ 1964 ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസില് കത്തോലിക്ക സഭയുടെ ജോൺ 23 മാർപ്പാപ്പ വിളിച്ചു ചേർത്തപ്പം സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ മാർഗരേഖ അനുസരിച്ച് അതാത് ദേശത്തുള്ളവർ അതാത് ദേശത്തെ സാംസ്കാരിക തനിമകളോട് സമന്വയിച്ചു വേണം പോകാൻ അവരൊരു മാർഗരേഖ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വ്യത്യസ്തരാകുന്നതിൽ അർത്ഥമില്ല. നമ്മളൊരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നത് അർത്ഥശൂന്യമാണെന്നും അബദ്ധമാണെന്നും പറയുന്നത്. കാരണം അതാത് സംസ്കാരത്തെയും അതാത് ദേശത്തിന്റെ തനിമകളെയും പാരമ്പര്യങ്ങളെയും കലാരൂപങ്ങളെയും എല്ലാം എൻഡോഴ്സ് ചെയ്തും സംരക്ഷിച്ചും നമ്മൾ അതിനോട് ചേർന്ന് താതാത്മ്യപ്പെട്ട് വേണം ജീവിക്കാൻ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നതാണ് യേശു കർത്താവ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു കറിയിൽ ഉപ്പ് മുഴച്ചു നിൽക്കുന്ന സാജു പാസ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇത് ചക്കക്കുരു വാങ്ങാൻ നോക്കി അതിനകത്ത് ഉപ്പ് കാണാൻ പറ്റുമോ? സാമ്പാർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉപ്പ് കാണാൻ പറ്റുമോ? ഇനി ബിരിയാണിക്കകത്ത് ഉപ്പ് കാണാൻ പറ്റുമോ? ഇന്ന് വരെ നിങ്ങൾ കഴിച്ച ഏതെങ്കിലും ഫുഡിൽ ഉപ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ ബ്രദറൻ സഭ പറയുന്നത് ഉപ്പ് വേറെ വെക്കണമെന്ന്, സെപ്പറേറ്റ് ചെയ്യണമെന്ന്. ഉപ്പുകല്ല്. നമ്മുടെ കിലുക്ക സിനിമയ്ക്കകത്ത് തിലകന്റെ കഥാപാത്രം ഇന്നസെന്റിന്റെ കഥാപാത്രത്തോട് പറയുന്നത്, നീ എന്നാ ഒരു പ്ലേറ്റ് കുറച്ച് കുരുമുളകും കുറച്ച് വത്തലുമുളകും കുറച്ച് ഉള്ളിയും കുറച്ച് ഉപ്പും ഒക്കെ വേറെ വേറെ കൊണ്ട് വെക്കടാ എന്ന് പറയുമ്പോൾ കിട്ടുണ്ണി പറയുന്നുണ്ട്, എന്നാ പിന്നെ അങ്ങനെ വെക്കാം. അന്നേരം തിലകൻ പറയുന്നുണ്ട് ഭാ എന്ന് പറഞ്ഞാൽ ഉപ്പ് അങ്ങനെ വേറെ വെക്കണമെന്നാ ബ്രദറൻ ഉപദേശം. നമ്മൾ വേറിട്ടിരിക്കാനല്ല. യേശു കർത്താവ് പറഞ്ഞ എത്ര മനോഹരമായിട്ടാണ് യേശു പഠിപ്പിച്ചത്. യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമ്മൾ അലിഞ്ഞു ചേരുക, ലയിച്ചു ചേരുക, അദൃശ്യമാകുക, നമ്മുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതല്ല. അപ്പൊ നമ്മൾ ഭാരതത്തിൽ നിൽക്കുമ്പോൾ ആ ഭാരതത്തിന്റെ ദേശീയതയോടും അതിന്റെ സാംസ്കാരിക തനിമയോടും നമ്മൾ പരിപൂർണമായി ഐക്യപ്പെട്ട് താതാത്മ്യപ്പെട്ട് നമ്മളില്ലാതെ ആകുക എന്നുള്ളതാണ്. നമ്മളല്ലാതെ നമ്മൾ പ്രത്യേക ഒരു ഐഡന്റിറ്റി ആയിട്ട് നിൽക്കുന്നത് അല്ല കർത്താവ് ഉദ്ദേശിച്ച്. എത്ര ക്ലിയർ ആയിട്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന്. പക്ഷെ ഈ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉപ്പായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ?